സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ ഒരു +2 സ്റ്റുഡൻസിന് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്റ്റഡി പ്ലാനാണ് നമ്മൾ പറയുന്നത്. നമ്മൾ അതിൽ ഓരോ സ്റ്റുഡൻസിനും ഓരോ കാറ്റഗറി വൈസ് 3 ടൈപ്പായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് പെടുന്നതെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള സ്റ്റഡി പ്ലാൻ ഞാൻ പറയുന്നുണ്ട്. സോ അത് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. പിന്നെ കൂടുതൽ ഞാൻ വീഡിയോ ലെങ്ത് ആക്കണില്ല, ജസ്റ്റ് വീഡിയോയിലേക്ക് പോവാം. സോ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ നിങ്ങൾ ഇങ്ങനത്തെ ഓരോ വീഡിയോസ് സജഷൻ പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോ ലിമിറ്റ് ഉണ്ട്, ഓരോ പരിമിതികളുണ്ട് വീഡിയോ ചെയ്യുന്നതിനും. അതിന് പറ്റിയ സാഹചര്യങ്ങളും നമുക്ക് അതിന് വേണ്ട ഇതൊക്കെ വേണ്ട, എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വേണം. സോ നമ്മൾ ജസ്റ്റ് നമുക്ക് പറ്റുന്ന പോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. സോ ഗൈസ്, നമ്മൾ ഫസ്റ്റ് തന്നെ +2 സ്റ്റുഡൻസിനെ ഒരു 3 കാറ്റഗറിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് 1 നമ്മൾ പറയുന്നത് സ്റ്റുഡൻസ്, അതായത് A+ ടാർഗറ്റ് ചെയ്ത് പഠിക്കുന്ന, അതായത് നന്നായിട്ട് ഇപ്പോൾ പഠിച്ചു പോകുന്നുണ്ട്, അതുപോലെ തന്നെ ബോർഡ് എക്സാമിൽ ഒരു മാക്സിമം മാർക്ക് വാങ്ങാൻ നോക്കുന്ന കുട്ടികളാണ് ടൈപ്പ് 1. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണ് ടൈപ്പ് 1. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ A+ മാക്സിമം എങ്ങനെയെങ്കിലും വാങ്ങണം, അല്ലെങ്കിൽ എ എങ്ങനെയെങ്കിലും വാങ്ങണം. ഫിസിക്സും കെമിസ്ട്രിയും ഓക്കെ കുഴപ്പമില്ലാണ്ട് പഠിച്ചു പോവുക. മാത്സ് അത്ര പോരാ, എന്നാലും ബോർഡ് എക്സാമിന് എങ്ങനെ A+ എത്തിക്കുക എന്നുള്ളൊരു മൈൻഡാണ് ടൈപ്പ് 2 കുട്ടികൾക്കുള്ളത്. ടൈപ്പ് 3 ആണെങ്കിൽ ഫോക്കസിങ് ഓൺ ഒരു B+ അല്ലെങ്കിൽ അതിൻ്റെ ബിലോ, ജസ്റ്റ് പാസ്സൊക്കെ ആവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് 3 കാറ്റഗറി ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് ഇനി ടൈപ്പ് 3യുടെ കേസ് ഫസ്റ്റ് പറയാം. ടൈപ്പ് 3 സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും +2 ബോർഡ് എക്സാം ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ കീമിന് നിങ്ങളിപ്പോൾ നോക്കണ്ട, കാരണം +2ൻ്റെ ബോർഡ് എക്സാമിൻ്റെ മാർക്ക് നിങ്ങളിപ്പോൾ ഇനി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടി നിങ്ങളുടെ ഹാഫ് ഓഫ് ദ കീമിൻ്റെ മാർക്കിലും പകുതി ബോർഡ് മാർക്കാണ്. അപ്പോൾ ബോർഡ് നോർമലൈസ്ഡ് മാർക്കാണ് പകുതി ഉള്ളത്. അപ്പോൾ നിങ്ങൾ അതിന് ഫോക്കസ് ചെയ്യുക. ഈ ബോർഡിൻ്റെ നോർമലൈസ്ഡ് മാർക്കിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. സോ നിങ്ങൾ കുറച്ചുകൂടി വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും, എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ ബോർഡ് എക്സാം നന്നായിട്ട് ഫോക്കസ് ചെയ്ത് മാക്സിമം മാർക്ക് വാങ്ങുക. എന്നിട്ട് എൻട്രൻസ് ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റാവുന്ന നല്ല സെലക്റ്റീവായിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അതിനുള്ള ടൈം നമുക്ക് ഉണ്ടാവുള്ളൂ. ഇനി അടുത്തത് ടൈപ്പ് 2 സ്റ്റുഡൻസിൻ്റെ കേസാണ് പറയാനായിട്ടുള്ളത്. ടൈപ്പ് 2 സ്റ്റുഡൻസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു അവരെ കാര്യങ്ങൾ എങ്ങനെയെന്ന്, ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയെന്ന് പറഞ്ഞു. ഇനി അവർ ചെയ്യേണ്ട കാര്യം മാത്സിൽ അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങാൻ നോക്കുക. മാത്സിൽ നല്ല മാർക്ക് വാങ്ങാൻ നോക്കുക. കാരണം എന്ന് പറഞ്ഞാൽ മാത്സിൻ്റെ വെയിറ്റേജ് ആണ് ഇമ്പോർട്ടൻറ്റ്. മാത്സിൻ്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 150 മാർക്കാണ് നമ്മുടെ ബോർഡ് മാർക്കിൽ. 120 മാർക്കാണെങ്കിലും അത് നോർമലൈസ് ചെയ്യുമ്പോൾ 150ലേക്കാക്കും. അപ്പോൾ മാത്സ് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. ഫോക്കസ് മോർ ഓൺ മാത്സ്, ടു മച്ച് ടൈം കെമിസ്ട്രിക്ക് കളയേണ്ടതെന്നുള്ളതാണ് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ഉണ്ട്, അത് അടുത്ത പേജിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, ഫോക്കസ് മോർ ഓൺ മാത്സ്. കെമിസ്ട്രിയിൽ അധികം സമയം കൊടുക്കണ്ട, കെമിസ്ട്രി ഒരു ബോർഡ് ലെവൽ പഠിച്ചു പോയാൽ മതി. ഫിസിക്സും ഓക്കെ ആയിട്ടിരിക്കണം, അതായത് മാക്സിമം മാർക്ക് വാങ്ങണം. കാരണം 90ലാണ് മാർക്ക് വരുന്നത്, 120 നിന്നും കുറയുകയാണ് ചെയ്യുക. അതായത് വലിയ എന്താ പറയുക, 120 നിന്ന് കുറയുമ്പോൾ 120, 90 ആവുക ചെയ്യുക നമ്മുടെ മാർക്ക്. മനസ്സിലായോ? അപ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവുള്ളൂ. ഞാൻ നിങ്ങൾക്ക് നല്ല അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവാൻ കെമിസ്ട്രിയുടെയും മാത്തിൻ്റെയും കാര്യം ഒരു എക്സാമ്പിൾ പോലെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ കെമിസ്ട്രിയിൽ സപ്പോസ് ഒരു 120ൽ 105 മാർക്കേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. മാത്സിലും 120ലും 105 മാർക്കേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ നിങ്ങളത് കെമിസ്ട്രി ബോർഡ് മാർക്ക് കീമിന് വേണ്ടി നോർമലൈസ് ചെയ്യുമ്പോൾ 60ലേക്കാണ് ആക്കുക. അപ്പോൾ 60ൽ നോർമലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മാർക്ക് വരിക 52.5. നിങ്ങൾക്ക് ആകെ കുറഞ്ഞത് 7.5 മാർക്കാണ് നിങ്ങളുടെ കുറഞ്ഞിട്ടുള്ളൂ. 15 മാർക്ക് കുറഞ്ഞോടത്ത് നോർമലൈസ് ചെയ്തപ്പോൾ 7.5 മാർക്ക് അത് നിങ്ങളുടെ കുറഞ്ഞിട്ടുള്ളൂ. ഇനി മാത്സിൻ്റെ കേസിലേക്ക് വരാം. 105 മാർക്ക് തന്നെയാണ് മാത്സിലുള്ളത്. പക്ഷേ നോർമലൈസ് ചെയ്തപ്പോൾ 150ൽ നോർമലൈസ് ചെയ്തപ്പോൾ 131.25 ആണ് നിങ്ങൾക്ക് കിട്ടിയത്. അതായത് 18.25 മാർക്ക് നിങ്ങളുടെ കുറഞ്ഞു. മനസ്സിലായുണ്ടാ? ഏത് വിഷയമായാലും ഒരു മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് 4 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഓരോ മാർക്കിനും
ഇമ്പോർട്ടൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, 7.5 മാർക്കും 18.5 മാർക്കും ഇരട്ടിയും പിന്നെ അതിൻ്റെ പകുതിയും കൂടിയും കൂട്ടേണ്ട അവസ്ഥയായി ഇവിടേക്ക് വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ അതാണ് മാത്സിൽ നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ പറഞ്ഞത്. ഇനി ലാസ്റ്റ് ഇയർ എനിക്ക് കിട്ടിയ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നോർമലൈസേഷൻ പറഞ്ഞാൽ ഈ ഇയർ നോർമലൈസ് ചെയ്യുന്ന രീതിയിലാണ് ലാസ്റ്റ് ഇയർ ഫസ്റ്റ് റാങ്ക് വന്നത്. ആ നോർമലൈസേഷനിൽ എനിക്ക് കിട്ടിയ മാർക്ക് 370.5 എൻ്റെ റാങ്ക് ഉണ്ടായിരുന്നത് 16,600 ഓക്കെ, പിന്നെ അത് 346 അതായത് പഴയ നോർമലൈസേഷനിലേക്ക് പോയപ്പോൾ. അപ്പോൾ എനിക്ക് കിട്ടിയ റാങ്ക് 21,500 അപ്പോൾ അത് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു മാർക്കിന് വ്യത്യാസം വന്നത് 208 റാങ്കാണ് ഒരു മാർക്കിന്. അതെന്താ 208 റാങ്ക് ഒരു മാർക്കിന് വന്നതെന്ന് ചോദിച്ചാൽ ഓരോ പോയിൻറ്റുകൾക്കും വ്യത്യാസമുണ്ട്. നിങ്ങൾ ഈ മാത്സിൽ തന്നെ നോർമലൈസ് ചെയ്താൽ കിട്ടുന്ന കുറേ പോയിൻറ്റ്സ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എൻട്രൻസിൻ്റെ നിങ്ങളുടെ നോർമലൈസേഷനിൽ ഒരു 8 ഡിജിറ്റ് വരെ പോയിൻ്റ് കഴിഞ്ഞിട്ട് തന്നെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങളുടെ ടൈം അതിൽ മാറ്ററാണ്. 2 പേര് ഒരേ ടൈമിലത്ത് ഒരേ മാർക്കാണ്, അങ്ങനെ ഒരേ ടൈമാണ്. ഒരേ മാർക്കാണെങ്കിൽ മാത്സിൽ ഏറ്റവും ക്വസ്റ്റ്യൻ ചെയ്ത ആൾക്ക് അങ്ങനെ കുറേ പ്രയോറിറ്റി ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, ഒരു മാർക്കിന് ഇവിടെ ഡിഫറൻസ് വരെ ഇത് നോക്കി നോക്കുമ്പോൾ 208 റാങ്കാണ് വ്യത്യാസം വരും. ഇപ്പം നോക്കി നോക്കുക, 46-ന്ന് 70 ആവാൻ വലിയ വ്യത്യാസമൊന്നുമില്ല. 56-66 ഈ 24 മാർക്കിൻ്റെ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി ഞാൻ നിങ്ങൾക്കുള്ള ഒരു കൺക്ലൂഷൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അവസാനമായിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. മാത്സിൽ ബോർഡിൽ മാക്സിമം മാർക്ക് വാങ്ങുക. പിന്നെ അതുപോലെ തന്നെ ഫിസിക്സിലും മാക്സിമം മാർക്ക് വാങ്ങാൻ നോക്കുക. കെമിസ്ട്രി ഓക്കെ, ഞാൻ കെമിസ്ട്രിക്ക് എന്താ ഓക്കെ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മുന്നേ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇനി അടുത്തതാണ് അവോയ്ഡ് ബയോളജി. എനിക്കറിയാം, അല്ല ഐ നോ ഇറ്റ്സ് പ്രോബ്ലം, ബട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് A+ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവും, ഫുൾ A+ എന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾക്ക് ഇപ്പം ഉണ്ടാവും. പക്ഷേ നിങ്ങളൊരു പ്യുവർലി എഞ്ചിനീയറിങ് കോളേജിൽ അടുത്ത ഇയർ ചേരണം. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ബയോളജിക്ക് കൂടുതൽ എഫേർട്ട് ഇടണ്ട. ബയോളജിക്ക് ജസ്റ്റ് ഒരു B+A വാങ്ങാനുള്ള ഇത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ബയോളജി ബുദ്ധിമുട്ടാണെങ്കിൽ, ബയോളജിക്ക് അത്യാവശ്യം ടൈം നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ നോക്കിയാൽ മതി. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് ഡൈജസ്റ്റ് ആവില്ല എന്ന് എനിക്കറിയാം, പക്ഷേ അതാണ് റിയാലിറ്റി. ആക്സെപ്റ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അതിലും നല്ല റാങ്ക് കീമിൽ കിട്ടും. ഓക്കെ, ഇനി അടുത്താണ് ട്രൈ ടു സ്റ്റഡി അറ്റ്ലീസ്റ്റ് 4 ചാപ്റ്റേഴ്സ് മാത്സ് ഓൺ കീം ലെവൽ. നിങ്ങൾക്ക് മാത്സ് നിങ്ങൾക്കൊന്ന് ഗുഡാക്കി എടുക്കാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങളിന്നും ഗുഡായതിൻ്റെ ശേഷം വെക്ടർ 3D, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, മെട്രിസസ്, അതിൻ്റെ ഡിറ്റർമിനൻസ്, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കീം ലെവലൊന്ന് പഠിച്ചു പോവുക. കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തിയറി ഒന്ന് ഓക്കെ ആക്കി പോവുക. ഫിസിക്സ് ആണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് തൊട്ട് AC വരെ, ഒപ്റ്റിക്സ്, സെമി കണ്ടക്ടർ ഫിസിക്സ് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. മാത്സ് മസ്റ്റായിട്ട് ചെയ്യുക. പിന്നെ ഫിസിക്സ് നിങ്ങൾ ബോർഡ് ലെവൽ മസ്റ്റായിട്ടും ഈ ചാപ്റ്റേഴ്സ് പക്കയിരിക്കണം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് പറഞ്ഞാൽ ഇലക്ട്രിക് ചാർജസ് തൊട്ട് AC വരെ നിങ്ങൾ പക്കയിരിക്കണം. ഒപ്റ്റിക്സ് വേവും റേയും പക്കയിരിക്കണം. സെമി കണ്ടക്ടർ നിങ്ങൾ പക്കയിരിക്കണം ചാപ്റ്റർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എൻട്രൻസിൻ്റെ ടൈമിൽ സെറ്റാക്കിയാലും മതി. പക്ഷേ മാത്സ് നിങ്ങൾ പക്കയാക്കി എടുക്കുക, ഈ 4 ചാപ്റ്റേഴ്സും. പിന്നെ അതുപോലെ തന്നെ ഫോളോ 50 ഡേയ്സ് സ്റ്റഡി ചാലഞ്ച് ബൈ സൈലം. നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ഒരു നല്ല അടിപൊളി പ്ലേലിസ്റ്റാണ് സൈലത്തിൻ്റെ അവിടെ ഉള്ളത്. നിങ്ങൾക്കത് ചൂസ് ചെയ്ത് ക്ലാസ്സസ് കാണാം. ആ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ഈ ചാപ്റ്റേഴ്സിൻ്റെ ഇക്വേഷൻസ് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുക. പിന്നെ ഈ ചാപ്റ്റേഴ്സിൻ്റെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഈ ക്ലാസ് തന്നെ കണ്ട് നിങ്ങൾ ഈ ക്ലാസ് കണ്ട നിങ്ങളുടെ ബോർഡും ഒരുവിധം ഹെൽപ്ഫുള്ളാണ്. മനസ്സിലാക്കുക, ബോർഡും ഇതും തമ്മിൽ പോയിൻറ്റുകളുടെ കുറച്ച് ടോപ്പിക്കുകളുടെ വ്യത്യാസമുള്ളത്. ഇത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബോർഡിനും അത് ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾക്ക് ബോർഡ് എക്സാമിൽ MCQ ക്വസ്റ്റ്യൻസ്, MCQ അല്ല സോറി, നിങ്ങൾക്ക് വരുന്ന MCQ പറഞ്ഞാൽ 4 ഓപ്ഷനിലുണ്ടാവും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്താണ് കെമിസ്ട്രിയിൽ നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ലാതെ. കെമിസ്ട്രി നിങ്ങൾ ബോർഡ് ലെവൽ പഠിച്ചു പോയാൽ മതി, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഓർഗാനിക് സ്കിപ്പ് ചെയ്യരുത്. ഹാലോ ആൽക്കൈൻസ്, ആൽക്കോഹോൾസ്, ആൽഡിഹൈഡ്, അമീൻസ് സ്കിപ്പ് ചെയ്യരുത് ചാപ്റ്റർ. നല്ല വെയിറ്റേജ് ഉള്ള DNF കോർഡിനേഷൻ, സൊല്യൂഷൻ്റെ ഒപ്പം സ്ട്രക്ചർ ഓഫ് ആറ്റും കൈനറ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓൾമോസ്റ്റ് ആയില്ലേ എന്ന് വെച്ചിട്ടാണ് ഇതിൽ ഒതുക്കിയത്. DNF കോർഡിനേഷൻ, സൊല്യൂഷൻ, ഓർഗാനിക് മസ്റ്റായിട്ട് സ്കിപ്പ് ചെയ്യരുത്. നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സാണത്, പ്രത്യേകിച്ച് DNF കോർഡിനേഷനും ഓർഗാനിക്കും. ഓക്കെ, ഇനി അടുത്താണ് പറയാനുള്ളത്. നിങ്ങൾ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞു, നിങ്ങൾക്കൊരു എൻട്രൻസിൻ്റെ ടൈമായി. അത് ബോർഡ് എക്സാം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എൻട്രൻസ് ഒരു ക്രാഷിൽ ജോയിൻ ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ. മിക്കതിലും ചിലപ്പോൾ ഒരു ക്രാഷിന് ജോയിൻ ചെയ്തിട്ടുണ്ടാവും, കുറച്ചും കൂടി സീരിയസ് ആയി നോക്കുന്നവരാണെങ്കിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൂടുതലും +2 ടോപ്പിക്ക്, അത് പിന്നെ നിങ്ങൾക്ക് അവരുടെ പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് പോകാം. ഞാൻ എൻ്റെ ഒരു ഇതാണ് പറയുന്നത്, +2 ടോപ്പിക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട്
സെലക്റ്റീവായിട്ട് +1 ചാപ്റ്റേഴ്സ് പഠിക്കുക. ഫസ്റ്റ് മാത്തിൽ നിന്ന് പിന്നെ ഫിസിക്സിൽ നിന്ന്. മാത്ത് മാത്രം പഠിച്ചാൽ മതി എന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ സെലക്റ്റീവായിട്ട് ഫിസിക്സിലെ കുറച്ച് ചാപ്റ്റേഴ്സും പഠിച്ചാൽ സെറ്റാണ്. കെമിസ്ട്രിയിലെ തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം പഠിച്ചാൽ മതി. പിന്നെ കെമിക്കൽ ബോണ്ടിങ്ങും അത് നോക്കിയാൽ മതി. പിന്നെ ഹൈഡ്രോ കാർബൺസ് ഓർഗാനിക്കിലേക്ക് വരുമ്പോൾ ഓർഗാനിക് ഇൻ്റർ കണക്റ്റഡ് ആയതുകൊണ്ട് GOC തൊട്ടിട്ട് ഹൈഡ്രോ കാർബൺസ്. GOCയിൽ നിങ്ങൾക്ക് ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ്, നോമൻക്ലേച്ചറിൻ്റെ ബേസിക് കാര്യങ്ങൾ ഒക്കെ നോക്കി പോയാൽ മതി. പിന്നെ ഹൈഡ്രോ കാർബൺസ് പഠിക്കുക. ഹൈഡ്രോ കാർബൺസും കൂടി പഠിച്ചാൽ സെറ്റാണ്. എന്തായാലും ഒരു ദിവസം 2 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്തായാലും സെറ്റാക്കി എടുക്കാൻ പറ്റും. ഓക്കെ. പിന്നെ ഫിസിക്സിലെ കുറച്ച് സെലക്റ്റീവായിട്ടുള്ള മോഷൻ 1D 2D അതൊക്കെ ഞാൻ പറയാം. ഓക്കെ. ആ ടൈം ഞാനൊന്നും കൂടി ഇത് വീഡിയോ ലെങ്ത് ആക്കി പോകണ്ടെന്ന് വെച്ചിട്ടാണ്. എന്നാലും മോഷൻ 1D, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, ഫ്ലൂയിഡ്സ്, പിന്നെ അതുപോലെ കൈനറ്റിക് തിയറി, തെർമോഡൈനാമിക്സ്. ഓക്കെ. ഇനി അടുത്താണ് വെയിറ്റേജ്. നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മാത്തിൻ്റെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് +1 അറിയില്ലെങ്കിൽ ഓൾറെഡി ഞാനൊരു വെയിറ്റേജിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. ഓക്കെ. ഞാൻ ഇതിൽ പറഞ്ഞ് വീഡിയോ ലെങ്ത് ആക്കണ്ടെന്ന് വെച്ചിട്ടാണ്. ഇനി പറയാനുള്ളത് ടൈപ്പ് 1 സ്റ്റുഡൻസാണ്. അവരെ പറ്റിയിട്ടാണ് ഇനി പറയാനുള്ളത്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ടൈപ്പ് 2 പറഞ്ഞ സെയിം കാര്യങ്ങളാണ് പറയാനുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ടൈപ്പ് 2-ൽ സ്റ്റുഡൻസിനോട് പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടി നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്കായിരിക്കും. ഓക്കെ. അതുകൊണ്ട് തന്നെ പറയാം, മാത്സിലെ ബോർഡ് മാർക്ക് എല്ലാം പക്കയാക്കണം. കാരണം നിങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്, നിങ്ങൾ പക്കയായിരിക്കണം. ഓക്കെ. ഇനി രണ്ടാമത് പറഞ്ഞാൽ മാത്സിലെ ഞാൻ പറഞ്ഞ ആ ചാപ്റ്റേഴ്സ് എൻട്രൻസ് ലെവലിൽ നിങ്ങൾ പക്കയായിട്ട് കുറച്ച് PYQ 24 എങ്കിലും ചെയ്താൽ മതി. ആ ക്ലാസ് കാണാൻ ഒരു 24-ൽ PYQ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, മതി, നിർത്തിക്കോ. ഇനി അടുത്ത് സൈലത്തിൻ്റെ 15 days സ്റ്റഡി ചാലഞ്ച് കാണാൻ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ തിയറി കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഓൾമോസ്റ്റ് ബോർഡാണ്. നിങ്ങൾ PYQ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. PYQയിൽ ആ ക്വസ്റ്റ്യന് വേണ്ട തിയറി പറയുന്നുണ്ട്. എന്നാലും നിങ്ങൾക്കൊരു ഇതുണ്ടെങ്കിൽ സൈലം 15 days സ്റ്റഡി ചാലഞ്ച് കണ്ടോ, അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പോകുന്നുണ്ട്, ഒപ്പം ചാപ്റ്ററും കവറായി പൊക്കോളൂ. ഓക്കെ. നിങ്ങളതിൻ്റെ ബോർഡിനും ഹെൽപ്ഫുള്ളാണ്. പ്രത്യേകിച്ച് ഇതില്ല, അതായത് കുറച്ച് പോയിൻ്റ് എക്സ്ട്രാ വരുള്ളൂ, അതൊന്ന് പഠിച്ചെടുക്കാൻ നോക്കുക. പിന്നെ അടുത്തത് സ്റ്റഡി ഫിസിക്സ്, ഇക്വേഷൻസ്. ഞാൻ പറഞ്ഞ ആ ഒരു ചാപ്റ്റേഴ്സിൻ്റെ, അതായത് മുന്നേ മെൻഷൻ ചെയ്തിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, AC, ഒപ്റ്റിക്സ്, സെമി കണ്ടക്ടറിൻ്റെ തിയറി, ഇക്വേഷൻസ് ഒന്നിങ്ങനെ പഠിച്ചു പോയാൽ അത്രയും ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾക്ക് ക്രാഷ് ഒക്കെ ആകുമ്പോൾ ഒന്നുകൂടി സെറ്റായിട്ട് എടുക്കാൻ പറ്റും. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്കത് ഇനി പഠിക്കുന്ന സമയത്ത് ഒരു ഫ്രഷ് കണ്ടൻറ്റായിട്ട് നിങ്ങൾക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇത് ഞാൻ മുന്നേ പഠിച്ചിട്ടുണ്ടല്ലോ, ഇത് ഞാൻ മുന്നേ പഠിച്ചിട്ടില്ലല്ലോ എന്ന് തോന്നരുത്. അപ്പോൾ നിങ്ങൾ ഒരു തവണ ആ ക്ലാസ്സിൽ കൂടെ ഒന്ന് കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ആ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ കാര്യമായിട്ട് തോന്നില്ല. ഓക്കെ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി കെമിസ്ട്രിയിലെ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കുക +2-ലെ. ഓക്കെ. അതിലൊരു സംശയം വേണ്ട, എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു പോവുക. അതിൽ തന്നെ അത്യാവശ്യം വെയിറ്റേജ് വരുന്ന ഈ ഇനോർഗാനിക് ചാപ്റ്റേഴ്സിൽ ഏറ്റവും വെയിറ്റേജ് വരുന്ന കോർഡിനേഷനും DNF അതിൽ എടുക്കുന്നത്, കെമിക്കൽ ബോണ്ടിങ് +1-ലെ. പിന്നെ ഫിസിക്കലിൽ വരുമ്പോൾ നിങ്ങളുടെ സൊല്യൂഷൻ, കൈനറ്റിക്സ്, മോസ്റ്റ് ഓഫ് ദ വെയിറ്റേജ് ചാപ്റ്റേഴ്സും കെമിസ്ട്രിയിൽ +2-ലുള്ളത്. +1-ൽ പറയുകയാണെങ്കിൽ ഹൈഡ്രോ കാർബൺസ്, ഇക്വിലിബ്രിയം, തെർമോഡൈനാമിക്സ്, ഓക്കെ, കെമിക്കൽ ബോണ്ടിങ്, ഇതൊക്കെയാണ് മെയിനായിട്ട് വെയിറ്റേജ് വരുന്ന ചാപ്റ്റേഴ്സ്. സ്ട്രക്ചർ ഓഫ് ആറ്റം. ഓക്കെ. ഇനി അടുത്താണ് മാത്സിൻ്റെ കേസ് പറയാം. മാത്സിൽ നിങ്ങൾ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് പക്കയേക്കുക. കോണിക്കും സ്ട്രെയിറ്റ് ലൈനും നിങ്ങൾക്ക് +1 ടോപ്പിക്കാണ്. നിങ്ങൾക്ക് പഠിക്കാത്ത മൂഡ് തോന്നില്ല, എനിക്കറിയാം. എന്നാലും പറ്റുകയാണെങ്കിൽ പഠിക്കാൻ നോക്കുക. ജസ്റ്റ് ഇക്വേഷൻസ് എങ്കിലും ഒന്ന് പഠിച്ചു നോക്കുക. ഈ ചാപ്റ്റർ ഒരു കീം ലെവൽ പക്കയ്ക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല ക്വസ്റ്റ്യൻസ് വരും. 4, 8, 4, 4, 8, 4, 12, 16 ക്വസ്റ്റ്യൻസ് എന്തായാലും കിട്ടും നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് പഠിക്കുകയാണെങ്കിൽ. ഓക്കെ. അപ്പോൾ ഞാൻ മുന്നേ കണ്ടില്ലേ, ഒരു മാർക്കിന് ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണ് കിട്ടുക. 16 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇന്ന് കിട്ടും. ഓക്കെ. ഈ ചാപ്റ്റേഴ്സ് പഠിച്ചു പോവുകയാണെങ്കിൽ. ഓക്കെ. ഈ ചാപ്റ്റേഴ്സിൽ മാസ്റ്റർ ആവാൻ നോക്കുക. ഈ ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല, പറ്റുകയാണെങ്കിൽ പഠിക്കുക. ഇനി അടുത്ത് പറഞ്ഞാൽ ആഫ്റ്റർ ബോർഡിന് മുന്നേ പറഞ്ഞ അതേ പിള്ളേർ ഇതാണ്. നിങ്ങൾ ഓരോ എൻട്രൻസിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ +2 ടോപ്പിക്ക് മോർ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. +1-ലെ കുറച്ച് ചാപ്റ്റേഴ്സ് സെലക്റ്റീവായിട്ട് മാത്തിൽ പഠിക്കുക, ഫിസിക്സിൽ പഠിക്കുക, കെമിസ്ട്രിയിൽ ഈ പറഞ്ഞ ഒരു ചാപ്റ്റേഴ്സ് പഠിക്കുക. കാരണം നിങ്ങൾക്കായി പറ്റും. നിങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസാണ്. ഓക്കെ. നിങ്ങൾ അത്യാവശ്യം ഇപ്പോൾ നന്നായിട്ട് പഠിച്ചു പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റേണ്ടതാണ്. ഓക്കെ. സോ നമ്മൾ ഇങ്ങനത്തെ ഓരോ വീഡിയോസ് ചെയ്യുന്ന ഞങ്ങൾക്കറിയാം ഓരോ പരിമിതികളുണ്ടെന്ന്. നിങ്ങൾ ഓരോ വീഡിയോസ് കാണുന്ന ഓരോ ബോർഡ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കും. നമുക്ക് അതിനുള്ള സെറ്റപ്പ് കാര്യങ്ങളില്ല. പിന്നെ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു 10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. ഇതൊന്ന് എഴുതിയെടുത്ത് ഒന്ന് ആദ്യം മനസ്സിലൊന്ന് കണ്ടുവച്ച് ഒരു റഫിൽ എഴുതി, പിന്നെ ഒന്ന് വൃത്തിയിൽ ഇതിലേക്ക് എഴുതി
പിന്നെ ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യേ വേണ്ടുള്ളൂ. എഡിറ്റിങ് പോലും ഇല്ല. കാരണം കറക്റ്റ് കണ്ടൻ്റ് അല്ലേ പറയുന്നത്. ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തും കട്ട് ചെയ്തും ഒക്കെ ഇട്ടാൽ മതി. ഓക്കെ, പിന്നെ ഒരു തംബ്നെയിൽ ഉണ്ടാക്കണം. അതൊക്കെയാണ് ഒരു ബുദ്ധിമുട്ടുള്ളൂ. സോ മറ്റിച്ചാവുമ്പോൾ വേറെയും കുറേ ഇതുണ്ട്. സോ നിങ്ങൾ പറ്റുന്ന പോലെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.